നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പഠിച്ചൊരു നിലയിലെത്തിയ ആരുടെ ആശ്രയം സ്വീകരിക്കാതെ അവൾക്ക് സ്വന്തം കാലിൽ ജീവിക്കാനാവില്ല അമ്മേ. അവളുടെ വിദ്യാഭ്യാസ ചെലവിനെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. രാജുവിന്റെ കൂടെ ദൈവം മാത്രമല്ല, വർമ്മ സാറും ഉണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ശരി അമ്മ. എന്റെ വിവാഹം മുടങ്ങിയത് അച്ഛന്റെ മനസ്സിന് ഇത്രമാത്രം വേദനിപ്പിച്ച് കാണും എന്നാലോചിക്കുമ്പോ എന്റെ സന്തോഷം എനിക്ക് മറക്കേണ്ടി വരും. അച്ഛന് സ്വന്തം ജീവനെക്കാളും സ്നേഹിക്കുന്ന ഈ മകളുടെ മനസ്സ് അച്ഛന് അറിയാതെ പോവാ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അമ്മ എന്നെ മനസ്സിലാക്കുമായിരുന്നു. എന്റെ വിഷമത്തിലും സന്തോഷത്തിലും എന്റെ അമ്മ എന്റെ ഒപ്പം നിന്നേനെ. എന്റെ ചുറ്റുമുള്ള സ്നേഹമുള്ള അച്ഛനമ്മമാരെ കാണുമ്പോ എന്റെ മനസ്സ് പെടയ. രാജു ശ്രീയൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. അവരുടെ അമ്മ രാധമ്മയ്ക്ക് അവരോട് എന്ത് സ്നേഹം. രാധമ്മ എന്നോട് കാണിച്ച സ്നേഹം കണ്ടപ്പോ എനിക്ക് ശരിക്കും അത്ഭുതം വന്നു. എന്തെങ്കിലും എന്റെ അച്ഛൻ എന്നോട് ഒരല്പം പരിഗണന കാണിക്കുമായിരിക്കും എന്ന വിശ്വാസത്തോടെ അച്ഛന്റെ മോള് ഇന്ന് ഉറക്കമുണരുന്നത്. പക്ഷെ എനിക്കും അച്ഛനും ഇടയിലുള്ള അകലം കൂടുകയാണെന്നുള്ള വിഷമയില്ലാത്ത ഒരു രാത്രി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോളെ, താല്പര്യമില്ലാത്ത വിവാഹം മുടങ്ങിയതിലല്ല മോളുടെ വിഷമമെന്ന് ചെറിയമ്മയ്ക്കറിയാം. അച്ഛന്റെ മനസ്സ് വിഷമിച്ചത് ചിന്തിച്ചിരുന്ന മതി മോളെ. മോള് സമാധാനിക്കേ. ഇങ്ങനെ വിഷമിച്ചിട്ട് എന്ത് കിട്ടാനാ? ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടണം, അല്ലാതെ ഇങ്ങനെ കരഞ്ഞോണ്ടല്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മ. അച്ഛനെന്താ എന്നെ മനസ്സിലാക്കാത്ത? എന്റെ അച്ഛൻ തൊട്ടടുത്തുണ്ടായിട്ടും ഒരു അനാഥയെ പോലെയാ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് മാത്രം എന്താ ചെറിയമ്മേ ഇങ്ങനൊരു വിധി? കരയാതെ മോളെ. ദേ, മോളുടെ വിഷമങ്ങളെല്ലാം ഈ ചെറിയമ്മയ്ക്ക് അറിയാം. അപ്പൂനും ചെറിയച്ഛനും ചെറിയമ്മയ്ക്കൊക്കെ മോളെ എന്ത് ഇഷ്ടാന്നറിയോ? എനിക്ക് ചിരിക്കുന്ന ഋതു ചേച്ചിയാ ഇഷ്ടം. ദേ, അപ്പു പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് അപ്പുവിനെ പോലെ തന്നെയാ മോളും. മോളുടെ കാര്യങ്ങളിൽ ഏട്ടനെടുക്കുന്ന തീരുമാനങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന് ഋതുവിനും അറിയാലോ. മോളുടെ കാര്യത്തിൽ ഏട്ടൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണമെന്ന് പലപ്പോഴും ഞാനും ശേഖരേട്ടനും ചിന്തിച്ചതാ. പക്ഷെ പറയാൻ ഞങ്ങൾക്കായില്ല. നോക്ക്, ചെറിയമ്മയും അപ്പും ശേഖരൻ ചെറിയച്ഛനും എന്നും മോളുടെ ഒപ്പാ. ഞങ്ങളോട് മോൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കണ്ണു തുടച്ചേ. ചെറിയമ്മ, ഇവരോട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയണം, അല്ലെങ്കിൽ എന്റെ തനി നിറയൊരു കാണും.
ഋതികയുടെ വിവാഹം നടത്താൻ പ്രതാപൻ തീരുമാനിച്ചപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് അവൻ നിന്നെ പരിഗണിക്കുമെന്നാ. പക്ഷെ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നതുപോലുമില്ല. അതുകൊണ്ടാ ഞാനൊരു ഫേക്ക് പെണ്ണ് കാണൽ പ്ലാൻ ചെയ്തു. പാവം ഋതിക മാഡം, നടന്നതൊക്കെ ഓർത്ത് രാത്രി മുഴുവൻ വിഷമത്തിലായിരുന്നു കാണും. ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കേണ്ടതായിരുന്നോ? എന്തായാലും നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാം. മോനെ ദാ ചായ കുടിക്ക. ശ്രീലക്ഷ്മി എന്തേമ്മേ? അവളിതുവരെ എഴുന്നേറ്റില്ല. അമ്മ എന്തിനാ വെറുതെ അവളോട് വഴക്കിടുന്നേ? പാവം കൊച്ചുകുട്ടികളുടെ മനസ്സവളുടെ. അവക്ക് വിഷമം മാറിയിട്ടുണ്ടാവില്ല. അമ്മേ, അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ. ഇനിയും അവളുടെ പഠിപ്പിന് വീണ്ടും ഒരുപാട് പണം ചെലവാക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. ഇതിനൊക്കെയുള്ള പണം നീ എവിടുന്ന് കണ്ടെത്തും മോനെ? അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാമേ. രാജു, ഇനിയും അവളെ പഠിക്കാൻ അയക്കണോ? നല്ലൊരു ബന്ധം ആലോചിച്ച് അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതല്ലേ മോനെ നല്ലത്? അമ്മ എന്താ ഈ പറയുന്ന? അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ. പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് കഴിയുന്നത്ര വിദ്യാഭ്യാസം നൽകണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പഠിച്ചൊരു നിലയിലെത്തിയ ആരുടെ ആശ്രയം സ്വീകരിക്കാതെ അവൾക്ക് സ്വന്തം കാലിൽ ജീവിക്കാനാവില്ല അമ്മേ. അവളുടെ വിദ്യാഭ്യാസ ചെലവിനെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. രാജുവിന്റെ കൂടെ ദൈവം മാത്രമല്ല, വർമ്മ സാറും ഉണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കും. ശരി അമ്മ. നിക്ക് നിക്ക് നിക്ക്, നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ലേ? രാജു ചേട്ടനായിട്ട് രമ്യ ചേച്ചിയുടെ കല്യാണമാണെന്ന് കേട്ടു. ശരിയാണോ? എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആ, അതൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ തമ്മിൽ ലവ് ആണല്ലേ? രാജു ചേട്ടൻ രമ്യ ചേച്ചിയും സൂപ്പർ ജോഡിയാണ് കേട്ടോ. ചേച്ചി, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങാൻ ക്യാഷ് തരുമോ? അയ്യോ, ഞാൻ കാശൊന്നും എടുത്തില്ലല്ലോ. രമ്യ ചേച്ചി ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്ന നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ ഡാൻസ് കളിക്കും. ആണോ? സോ സ്വീറ്റ്. നിങ്ങള് ജോസങ്ങളുടെ കടയിൽ പോയി ഐസ്ക്രീം മേടിച്ചോ. കാശേ ഞാൻ തരുന്ന് പറഞ്ഞാ മതി. താങ്ക്സ് ചേച്ചി. ഈ കുട്ടികളുടെ ഒരു കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.